സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന മഴ കൂടുതൽ ശക്തമായി. ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ അസീറിൽ കാർ ഒഴുക്കിൽപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പലും ഭാര്യയുമടക്കം 5 പേർ മരണപ്പെട്ടു. ജീസാനിൽ 2 പേരും കനത്ത മഴയിൽ മരണപ്പെട്ടിട്ടുണ്ട്. മഹായിലെ സൗദി സ്കൂളിലെ പ്രിൻസിപ്പലും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ജീസാനിൽ മരണപ്പെട്ട 2 പേരുടെ മൃതദേഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ മക്കയും മദീനയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും വീടുകളിലും കെട്ടിടങ്ങളിലും വെള്ളം കയറുകയുമുണ്ടായി. സൗദിയിലെ മിക്ക പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് അറിയിപ്പ്. ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൗദിയിൽ നിയമവിരുദ്ധ താമസക്കാരെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ അധികൃതർ ശക്തമാക്കുന്നു. താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ നടത്തിയ പരിശോധനകളിൽ 17,616 പ്രവാസികൾ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ നിരവധി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് 15 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും പേർ പിടിയിലായത്. നേരത്തെ വിവിധ നിയമലംഘനത്തിന് പോലീസ് പിടിയിലായ 13,952 പേരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്നും നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പുതുതായി അറസ്റ്റിലായവരിൽ കൂടുതൽ പേരും താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ്. 11,022 പേർ. 4,216 പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘകരും 2,378 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരുമാണ്. കൂടാതെ 883 വ്യക്തികൾ രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ചതിന് അതിർത്തികളിൽ വെച്ച് അറസ്റ്റിലായി. ഇവരിൽ 58% പേർ എത്യോപ്യക്കാരും 41% പേർ യമനികളും 1% പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ഇതോടൊപ്പം ആവശ്യമായ രേഖകളില്ലാതെ സൗദിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ച 68 പേരും അറസ്റ്റിലായി. നിയമലംഘകർക്ക് വാഹന സൗകര്യം നൽകുകയും അവരെ താമസിപ്പിക്കുകയും ജോലി നൽകുകയും ചെയ്തതിന് 15 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുതായി അറസ്റ്റിലായവരിൽ കൂടുതൽ പുരുഷന്മാരാണ്. 13,471 പേർ. 1,071 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഒമാനിൽ പഴം, പച്ചക്കറി വിലയിൽ നേരിയ വർധനവെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും പ്രതികൂല കാലാവസ്ഥ മൂലം പ്രാദേശിക ഉൽപ്പാദനവും വിതരണവും കുറഞ്ഞതും ലഭ്യത കുറയാൻ ഇടയാക്കുകയും ഇതുവഴി വില ഉയരുകയും ചെയ്തതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജൂലൈയിൽ പച്ചക്കറി വില 20%, പഴങ്ങളുടെ വില 7.6% വർദ്ധിച്ചു. പുതിയ കണക്കുകളിൽ ഒമാന്റെ ആകെ വിലക്കയറ്റം 1.53% ഉയരാനും ഇത് ഇടയാക്കി. ശീതളപാനീയങ്ങൾക്കാണ് ഉയർന്ന വിലക്കയറ്റം രേഖപ്പെടുത്തിയത്, 4.5%. ആരോഗ്യം, ഗാർഹികം, ജലം, വൈദ്യുതി, പാചകവാതകം, വസ്ത്രം, ഹോട്ടൽ തുടങ്ങിയവയ്ക്കും നേരിയ വിലവർധനവുണ്ടായി. അതേസമയം പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച പഴം, പച്ചക്കറികൾ കൂടുതലായി വിപണിയിൽ ലഭ്യമാക്കി വിലക്കയറ്റം ഒഴിവാക്കുകയും മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി വരികയാണ്. മെയ്ഡ് ഇൻ ഒമാൻ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ആവശ്യക്കാരും ഏറി വരുന്നുണ്ട്. മായമില്ലാത്തതും ഗുണമേന്മ ഏറിയതുമായ ഉൽപ്പന്നങ്ങൾ, ഒമാനി വിളകൾ ചോദിച്ചു വരുന്നവർ വർദ്ധിച്ചതായും വ്യാപാരികളും പറയുന്നു. വിദേശ രാഷ്ട്രങ്ങളെ ആശ്രയിക്കാതെ ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം നീങ്ങുന്നതിന്റെ സൂചനയാണ് വിപണി നൽകുന്നത്. ജർമ്മനി, UK സ്വകാര്യ സന്ദർശനത്തിന് ശേഷം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഒമാനിലേക്ക് മടങ്ങിയെത്തുന്നു. ദിവാൻ ഓഫ് റോയൽ കോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജൂലൈയിലാണ് സുൽത്താൻ യൂറോപ്യൻ സന്ദർശനത്തിനായി ഒമാനിൽ നിന്നും തിരിച്ചത്. ശ്രീലങ്കയിലേക്ക് ഒമാൻ പൗരന്മാർക്കും ഇനി വിസാരഹിത യാത്ര. ഒക്ടോബർ 1 മുതലാണ് വിവിധ GCC രാഷ്ട്രങ്ങൾക്കും ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ശ്രീലങ്കയിൽ വിസ ഇല്ലാതെ പ്രവേശിക്കാൻ അനുമതി. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ഇതുവഴി സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ലക്ഷ്യം വെച്ചാണ് ശ്രീലങ്കയുടെ പുതിയ നീക്കം. 30 ദിവസം വരെയാണ് വിസ ഇല്ലാതെ രാജ്യത്ത് കഴിയാൻ സാധിക്കുക. ശ്രീലങ്കയിലേക്ക് വിസാരഹിത യാത്രാ സൗകര്യമൊരുങ്ങുന്നത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതുവഴി ഇന്ത്യയിലേക്ക് കൂടി ഒരുമിച്ചുള്ള ട്രാവൽ പാക്കേജുകളും ഏർപ്പെടുത്താൻ സാധിക്കും. കൊളംബോ തിരുവനന്തപുരം വിമാനയാത്രാ ചെലവ് കുറഞ്ഞതും സമയം വളരെ കുറവുമാണ്. ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതോടെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കൂടി ഇത് ഗുണം ചെയ്യും.
ഇന്ത്യൻ നഗരങ്ങൾ വഴി ശ്രീലങ്കയിലേക്കുള്ള വിമാനയാത്രയും പുതിയ അവസരങ്ങൾ തുറന്നിടുന്നു. ഖരീഫ് കാലത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഭക്ഷ്യമേള സഞ്ചാരികൾ ഏറ്റെടുത്തു. സലാല സൂഖ് ഷാത്തി അൽ ഹഫയിൽ വ്യാഴാഴ്ച ആരംഭിച്ച മേളയിൽ 100 കണക്കിന് പേരാണ് ദിനംപ്രതി എത്തുന്നത്. വാരാന്ത്യ അവധിയായതിനാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഭക്ഷ്യവിഭവങ്ങളും കലാപ്രകടനങ്ങളും ആസ്വദിക്കാൻ നിരവധി പേരാണ് മേളയിലെത്തിയത്. ഓഗസ്റ്റ് 31 വരെ മേള തുടരും. സലാല ഭക്ഷ്യമേളയുടെ 3ാം എഡിഷനാണ് ഇത്തവണത്തേത്. നിരവധി ഭക്ഷ്യ സ്റ്റോളുകളിലായി 100 കണക്കിന് രുചി വൈവിധ്യങ്ങൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ട്രക്കുകളിലും സ്റ്റാളുകളിലുമായി ഭക്ഷ്യവിഭവങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. UAE-യിലുടനീളമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച വീണ്ടും തുറക്കാൻ ഒരുങ്ങുമ്പോൾ സ്കൂൾ വാഹനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി UAE പോലീസ് രംഗത്ത്. ചില രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സ്വന്തം വാഹനത്തിൽ സ്കൂളിൽ എത്തിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മിക്ക രക്ഷിതാക്കളും ആശ്രയിക്കുന്നത് സ്കൂൾ ബസ്സുകളെയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നു. നിശ്ചിത സമയത്ത് നിശ്ചിത ബസ് സ്റ്റോപ്പിൽ തങ്ങളുടെ കുട്ടി എത്തുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണം. കാലതാമസമുണ്ടായാലോ ഹാജരാക്കാത്ത സാഹചര്യത്തിലോ രക്ഷിതാക്കൾ ബസ് ഡ്രൈവറെയും അറ്റൻഡറെയും അറിയിക്കണം. വിദ്യാർത്ഥികൾ അവർക്ക് അനുവദിച്ച ബസ്സുകളിൽ മാത്രം കയറണം. വിദ്യാർത്ഥികൾ ഒറ്റ ക്യൂവിൽ ബസ്സിൽ പ്രവേശിക്കുകയും പുറത്തിറങ്ങുകയും വേണം. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മറ്റു വിദ്യാർത്ഥികളെ തള്ളുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെയോ പുറത്തുള്ളവരെയോ സ്കൂൾ ബസ്സിൽ കൊണ്ടുവരരുത്. ഏത് അടിയന്തര സാഹചര്യത്തിലും വിദ്യാർത്ഥികൾ ഡ്രൈവറുടെയും അറ്റൻഡറുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. യാത്രാവേളയിൽ വിദ്യാർത്ഥികൾ ബസ്സിൽ ഇരിക്കുകയും അറ്റൻഡറുടെ അനുമതിയില്ലാതെ അവർക്ക് അനുവദിച്ച സീറ്റുകൾ വിട്ടുപോകാതിരിക്കുകയും വേണം. ഡ്രൈവറുടെയും അറ്റൻഡറുടെയും സമ്മതമില്ലാതെ വിദ്യാർത്ഥികൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങരുത്. വിദ്യാർത്ഥികൾ ബസ്സിനുള്ളിൽ ഭക്ഷണം കഴിക്കരുത്. വിദ്യാർത്ഥികൾ ബസ്സിന്റെ ജനലിലൂടെ തലയിട്ട് പുറത്തേക്ക് നോക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ജോലിസ്ഥലത്തെ തൊഴിൽ സുരക്ഷയ്ക്ക് തൊഴിലുടമകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത്. തൊഴിൽ നിയമങ്ങൾ പ്രകാരം തൊഴിലാളികൾ ജോലിയിലിരിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ നടപടികളും നടപ്പിലാക്കാൻ തൊഴിലുടമകളോ അവരുടെ പ്രതിനിധികളോ നിർബന്ധിതരാണെന്നും തൊഴിൽ മന്ത്രാലയം ഓൺലൈൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗോഡൌണുകളിൽ സംഭരിച്ചു വയ്ക്കുന്ന വസ്തുക്കളുടെ ക്രമീകരണം നേരായ രീതിയിലായിരിക്കണം. സ്റ്റോറേജ് ലൊക്കേഷനുകൾ വ്യക്തമായി അടയാളപ്പെടുത്തുകയും ആവശ്യത്തിനുള്ള മെറ്റൽ റാക്കുകളും ഷെൽഫുകളും ക്രമീകരിക്കുകയും വേണം. അപകട സാധ്യതകൾ കുറയ്ക്കാൻ സീലിംഗിൽ നിന്നും കുറഞ്ഞത് 3 അടി അകലത്തിൽ മാത്രമേ വസ്തുക്കൾ സൂക്ഷിക്കാവൂ. കൂടാതെ ജോലിസ്ഥലത്ത് ആവശ്യത്തിന് വായുസഞ്ചാരവും ഉറപ്പാക്കണം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഷെൽഫുകളിൽ നിന്നും വസ്തുക്കൾ എടുക്കാനും വയ്ക്കാനും സുരക്ഷിതമായ ഗോവണി നൽകേണ്ടതിൻ്റെ പ്രാധാന്യവും നിർദ്ദേശത്തിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അപകടങ്ങൾ തടയുന്നതിനും എല്ലാ ജീവനക്കാർക്കും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു.